എല്ലാവർക്കും സത്യം 100% മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ സംഭവം നടക്കുന്നത് തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയാണ്. പക്ഷേ ഇതിലെ പ്രധാന വ്യക്തി മഹാനായ മാധവൻ ഉണ്ണി സാർ എന്നൊരാളാണ്. മാധവൻ ഉണ്ണി സാർ താമസിച്ചിരുന്നത് കോട്ടയത്തിനടുത്ത് ചിങ്ങവനത്തിനുമൊക്കെ അടുത്ത് പാക്കിൽ എന്ന് പറയുന്ന സുപ്രസിദ്ധമായ സ്ഥലത്താണ്. പാക്കിൽ സംക്രമം, കർക്കിടക മാസത്തിലെ പാക്കിൽ സംക്രമ വാണിഭം ദേശാദിദേശങ്ങളിൽ പോലും പ്രസിദ്ധമാണ്. പറയിപറ്റ പന്തിരുകുലത്തിലെ പാക്കനാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് പാക്കിൽ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് വിശ്വസിക്കപ്പെട്ടു പോരുന്നു. ഏതായാലും കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലടക്കം പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന ഇടമാണ് ഈ പാക്കിൽ. ആ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ നാമധേയത്തിൽ വലിയൊരു പ്രസ്ഥാനം കോട്ടയം നഗരത്തിൽ KSRTC സ്റ്റാൻഡിനുമൊക്കെ താഴെയായി പള്ളിപ്പുറത്തുകാവ് എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരക ആർട്സ് സ്കൂളാണത്. അവിടെ ലൈബ്രറി ഉണ്ട്. മലയാളത്തിലെ നമ്മെ കടന്നുപോയ മഹാരഥന്മാരായ എഴുത്തുകാരുടെ ചിത്രശേഖരമുണ്ട്. ഒരുപാട് കലാകാരന്മാർ അവിടെ നിന്നും ചിത്രകലാ അധ്യാപന കോഴ്സ് പൂർത്തിയാക്കി ഇന്ന് വിവിധ സ്കൂളുകളിൽ ജോലി ചെയ്യുന്നു. അങ്ങനെ വലിയൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ ചുമതലക്കാരനായി ഏറെ നാൾ ഇരുന്നയാളാണ് ഈ പാക്കിൽക്കാരനായ മഹാനായ ഒരു മാതൃകാ പുരുഷനെന്ന് എല്ലാ അർത്ഥത്തിലും നമുക്ക് പറയാവുന്ന മാധവൻ ഉണ്ണി സാർ. ഈ കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരകത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമായ രീതിയിൽ, വളരെ സുന്ദരമായ രീതിയിൽ ഇങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടേയിരിക്കുമ്പോഴാണ് ഇതിൻ്റെ കീഴിൽ ഒരു സ്കൂള് തുടങ്ങാം എന്നൊരാലോചന വരുന്നത്. ഒരു അൺഎയ്ഡഡ് സ്കൂള്, CBSE സിലബസിൽ ഒരു അൺഎയ്ഡഡ് സ്കൂള് LKG UKG ആ രീതിയിലേക്ക് തുടങ്ങാം എന്നൊരു ആലോചന വരുന്നത്. അങ്ങനെ തുടങ്ങണമെങ്കിലും NOC വേണം, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടണം. അത് കിട്ടേണ്ടത് തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ ഓഫീസിൽ നിന്നാണ്, ജഗതിയിലെ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ നിന്നാണ്. മാധവൻ ഉണ്ണി സാറ് എത്രയോ കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പറഞ്ഞു കൊടുത്ത മാതൃകാ അധ്യാപകനാണ്. കേരളത്തിൻ്റെ എല്ലായിടത്തും സാറിൻ്റെ ശിഷ്യന്മാരുണ്ട്. ആ ഒരു ധൈര്യത്തിൽ തന്നെ സാറ് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുകയാണ്. എൻ്റെ വളരെ വിനീതമായ വിശ്വാസം, സാറിന് ആ സമയത്ത് പ്രായം എന്തായാലും 80 കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാലം സാറിനോടൊപ്പം നടക്കാനും സാറിൻ്റെ വാക്കുകൾ കേൾക്കാനുമൊക്കെ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ സാറ് തിരുവനന്തപുരത്തിലേക്ക് യാത്ര തിരിച്ചു. DPI ഓഫീസുമായി സാറ് ബന്ധപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ സാറ് പഠിപ്പിച്ച ശിഷ്യനുണ്ടവിടെ. ഈ NOCയുമായി, സ്കൂൾ ആരംഭിക്കുന്നതിനുള്ള NOCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ആ വലിയ മനുഷ്യൻ്റെ സഹായം ഈ ഗുരുനാഥന് കിട്ടി. അങ്ങനെ ശ്രീഭദ്ര പബ്ലിക് സ്കൂൾ, കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരകത്തിൻ്റെ ഭാഗമായി തന്നെ പള്ളിപ്പുറത്തുകാവിൽ ശ്രീഭദ്ര പബ്ലിക് സ്കൂൾ ആരംഭിക്കുന്നതിനുള്ള കടലാസ് തിരുവനന്തപുരത്ത് DPIയിൽ നിന്ന് ലഭിച്ചു. സാറിൻ്റെ നിത്യവേഷമെന്ന് പറയുന്നത് തൂവെള്ള നിറത്തിലുള്ള മുണ്ട്, തൂവെള്ള നിറത്തിലുള്ള ഷർട്ട്, വലിയൊരു കാലൻകുട, ഒരു ബാഗ്. 6 അടി മിച്ചമുണ്ട് ആൾ. 6 അടി മിച്ചമുള്ള ആരോഗ്യ പ്രകൃതി, നല്ല ശബ്ദം, നല്ല ഊർജം തിളങ്ങി നിൽക്കുന്ന കണ്ണുകൾ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ അർത്ഥത്തിലും ഒരു മാതൃകാ പുരുഷോത്തമനായിരുന്നു മാധവൻ ഉണ്ണി സാർ. സാറ് DPIയിൽ നിന്നും ഈ കടലാസുമൊക്കെ വാങ്ങി തൻ്റെ ബാഗിൽ വെച്ച്, കക്ഷത്തിൽ ആ ബാഗുമൊക്കെ വെച്ച് എപ്പോഴും അതങ്ങനെ ഇരിക്കും, കയ്യിൽ ഈ കൂടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. സാറ് തമ്പാനൂരിൽ നിന്നും കോട്ടയത്തേക്കുള്ള ബസ്സിൽ കയറി. കണ്ടക്ടർ വന്നു. ബാഗിൽ നിന്നും പണമെടുത്ത് കോട്ടയം ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ബാഗ് കക്ഷത്തിലില്ല. നമ്മുടെ കേരളത്തിൻ്റെ എന്തോ ഒരു കുഴപ്പം അവിടെ സംഭവിച്ചു. ഏതോ ഒരാൾ ആ ബാഗ് അടിച്ചു കൊണ്ടുപോയി. ഒരുപാട് പണമൊന്നും അതിനകത്തില്ല. സാറൊന്നും അമിതമായി പണം, നല്ല ഭൂസ്വത്തും കാര്യങ്ങളും എല്ലാമുള്ള ഒരു വലിയ മനുഷ്യനാണ്. പക്ഷേ സാറൊന്നും പണമൊന്നും അങ്ങനെ ആർഭാട രീതിയിൽ കൊണ്ടു നടക്കുന്ന ആളല്ല. എന്തായാലും ഈ സർക്കാരിൽ നിന്ന് കിട്ടിയ കടലാസ് അടക്കമുള്ള ആ പേഴ്സ്, ആ കൊച്ചു ബാഗ് മോഷണം പോയിരിക്കുകയാണ്. ചെറുപ്പക്കാരനായ കണ്ടക്ടർ അടുക്ക വന്നു.
സാറ് പറയുന്നത് ഒരു തരിമ്പ് പോലും കള്ളമാണെന്ന് ഒരിക്കലും ആരും വിചാരിക്കില്ല. കാരണം സാറിൻ്റെ നോട്ടം പോലും ശരിയിലാണുള്ളത്, സത്യത്തിലാണുള്ളത്. സാറാ കണ്ടക്ടറോട് പറഞ്ഞു, മോനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, കോട്ടയം ടിക്കറ്റ് തന്നാട്ടെ, KSRTC സ്റ്റോപ്പുള്ളതെന്ന് എനിക്കറിയാം, എന്നാലും പള്ളിപ്പുറത്തുകാവിൻ്റെ അവിടെ നിന്ന് നിർത്തി തരണം, ഞാൻ ആ കടയിൽ നിന്ന് പെട്ടെന്ന് ടിക്കറ്റിൻ്റെ ക്യാഷ് ഇങ്ങ് വാങ്ങിച്ച് തരാം എന്ന് സാറ് പറഞ്ഞു. അയ്യോ, ഇത്രയും മാന്യനായ മഹാനായ ഒരു വന്ധ്യ ഗുരുനാഥൻ പറയുമ്പോൾ കണ്ടക്ടർക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. ഇനി സാറ് തന്നില്ലെങ്കിൽ പോലും സാരമില്ല എന്നുള്ള മട്ടിൽ അയാൾ ടിക്കറ്റ് എഴുതി സാറിന് കൊടുത്തു. പള്ളിപ്പുറത്തുകാരൻ്റെ അവിടെ ബസ് വന്നു. മണിക്കൂറുകൾക്ക് ശേഷം സാറ് ഇറങ്ങി. പെട്ടെന്ന് അവിടെ ആ സമയത്തൊക്കെ കടകളുണ്ട്, കടയിൽ നിന്ന് സാറ് ആ വണ്ടിക്കൂലി വാങ്ങിച്ച് കണ്ടക്ടർക്ക് കൊടുത്തു, നന്ദി പറഞ്ഞു, അയാൾ പോയി, വണ്ടി പോയി. ഈ സമയത്ത് സാറിൻ്റെ പ്രിയ പത്നി ദേവകി അന്തർജനം ടീച്ചർ, ഒരു വേലായുധ പണിക്കർ സാറ്, കേശവൻ നായർ സാറ്, ഞങ്ങളൊക്കെ ഈ സ്ഥാപനത്തിൻ്റെ അവിടെ ഉണ്ട്. വളരെ വിഷണ്ണനായി സാറ് കയറി വരികയാണ്. അപ്പോൾ ആരോ പറഞ്ഞു, ആ സൗകര്യമായല്ലോ, ഓട്ടോ ഒന്നും പിടിക്കാതെ പഠിക്കാൻ തന്നെ ഇറങ്ങാൻ പറ്റുള്ളൂ, സാധാരണ ഫാസ്റ്റ് ഇവിടെ നിർത്തുന്നതല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ സാർ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. നേരെ വന്നിരുന്നിട്ട് പറഞ്ഞു, പോയ കാര്യം നടന്നോ എന്ന് ചോദിച്ചാൽ നടന്നു, ഫലമുണ്ടോ എന്ന് ചോദിച്ചാൽ ഫലമില്ല. നടന്നതെല്ലാം സാറ് വിശദീകരിച്ചു. എല്ലാവർക്കും സങ്കടമൊക്കെ ഉണ്ട്, സാരമില്ല, പോട്ടെ, അതിപ്പോൾ എന്തോ ചെയ്യാനാണ്, ഇനി നമുക്കൊരു ശ്രമം കൂടി നടത്താം. അപ്പോൾ സാറ് പറഞ്ഞു, ഇനി ഒരു ശ്രമം പറ്റുമോ, ഇങ്ങനെ ഒരു കടലാസ് കിട്ടിയ രേഖകളെല്ലാം അവിടെ വന്നു പോയല്ലോ, അതൊക്കെ ഇനി നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇനിയും പിന്നെ എങ്ങനെയാണ് എന്നൊക്കെ സാറിങ്ങനെ വിഷമം പറയുന്നു. ഒരാഴ്ച ഏകദേശം കഴിഞ്ഞ് കാണണം. വയസ്കരക്കുന്നിലെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്ന് സാറിന് ഈ കൊട്ടാരത്തിലെ ശങ്കുണ്ണി സ്മാരകത്തിലേക്ക് ഫോൺ വരികയാണ്. മാധവമണി സാറല്ലേ? അതെ, സാറിന് വേണ്ട ഒരു കടലാസ് ഇവിടെ ഇരിക്കുന്നല്ലോ. അതെന്താ ഇവിടെ ഇരിക്കുന്നത്? സാറ് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണമല്ലോ. ഏത് കടലാസ്? സാറേ, സ്കൂള് തുടങ്ങാൻ NOCക്ക് അപേക്ഷിച്ചിരുന്ന് DPIയിൽ നിന്ന് സാങ്ഷൻ ചെയ്ത് കിട്ടിയ കടലാസ്, ഇത് ഇവിടെ ഇരിക്കുന്നു. അതെങ്ങനെയാണ് ഞങ്ങളുടെ കൈ വന്നത്? സാറിന് അത് നേരിട്ട് കൈപ്പറ്റിയതായിരുന്നല്ലോ, പക്ഷേ ഇവിടുത്തെ ടേബിളിലപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട്, ഇതൊന്ന് വന്നങ്ങ് കൊണ്ടുപോകണേ. സാറിന് ഒരു പിടിയും കിട്ടിയില്ല. കാരണം ഈ ബാഗടക്കം പോക്കറ്റടിച്ച് പോയതാണ്, അതിനകത്തായിരുന്നല്ലോ ഈ വസ്തു. എന്തായാലും സാറ് പെട്ടെന്ന്, കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരകവും വയസ്കരക്കുന്നും തമ്മിൽ ഒരു മീറ്ററുകളുടെ ദൂരം മാത്രമേ ഉള്ളൂ. സാറ് പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് അവിടെ വന്നപ്പോൾ അതിമനോഹരമായൊരു നീളൻ കവറ്, സാറിൻ്റെ പേരെഴുതി വിദ്യാഭ്യാസ ഓഫീസിലൊരു മേശപ്പുറത്ത് ഇരിപ്പുണ്ട്. നന്ദി പറഞ്ഞ് സാറത് വാങ്ങി, അത് പൊട്ടിച്ചു. അതിൻ്റെ കൂടെ ഒരു കത്തുകൂടെ ഉണ്ട്. ബഹുമാനപ്പെട്ട സാർ, ക്ഷമിക്കണം, ആ ബാഗിനകത്ത് എനിക്കാവശ്യമില്ലാത്തൊരു സാധനമാണിത്, ഇത് അങ്ങേക്ക് വളരെ ആവശ്യമുള്ളതാണെന്നും എനിക്കറിയാം, ഞാനത് ഭദ്രമായി അതിൻ്റെ ഓഫീസിൽ ഏൽപ്പിക്കുന്നു, നന്ദി. എത്ര വിദ്യാഭ്യാസ മൂല്യമുള്ള കള്ളനാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് അത്ഭുതമുണ്ടാകുന്നത്. സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരകത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ പള്ളിപ്പുറത്തുകാവിൽ ശ്രീഭദ്ര സ്കൂൾ ഭംഗിയായി പ്രവർത്തിച്ചു. ആ കള്ളനെ എങ്ങനെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്? സത്യം 100%.